ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. മീനപ്പൂരമാണ് വരാൻ പോകുന്നത്. ഇത് വിവാഹ തടസ്സം മാറാനും ഇഷ്ടവിവാഹത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ആഗ്രഹ സാഫല്യത്തിനുമൊക്കെ മീനപ്പൂരം നമ്മൾ വ്രതമെടുത്ത് അനുഷ്ഠിക്കുന്നത് പാർവതി ദേവിയുടെ പ്രീതിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് മീനപ്പൂരം. ഇത് മീനമാസത്തിലെ പൂരനാളിലാണ്. ഇക്കൊല്ലത്തെ മീനപ്പൂരം മാർച്ച് 31 ചൊവ്വാഴ്ചയാണ് നമ്മൾ ആചരിക്കുന്നത്. ഈ ദിവസം വ്രതാനുഷ്ഠാനത്തോടെ പാർവതി ദേവിയെ ധ്യാനിക്കുന്നത് ദാമ്പത്യ സൗഖ്യത്തിനും ഇഷ്ട വിവാഹ ലബ്ധിക്കും കാരണമായി തീരും. ഒരിക്കലും പൂർണ്ണ ഉപവാസം ഇതിന് പാടില്ല. തലേദിവസം മുതൽ ശരീരശുദ്ധിയും ഒരിക്കൽ എന്നിവയാണ് നമുക്ക് ഇതിനു വേണ്ടി അനുഷ്ഠിക്കേണ്ടത്. പൂരദിനത്തിൽ സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ശരീരശുദ്ധി, നെയ്വിളക്കിന് മുന്നിൽ ഇരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഇരട്ടി ഫലദായകമാണ് തരുന്നത്. വളരെ പണ്ടുകാലം തൊട്ടേ മീനപ്പൂരം നമ്മൾ ആഘോഷിച്ചു വരുന്നതാണ്. ഇന്നേ ദിവസം ക്ഷേത്രദർശനം സാധ്യമെങ്കിൽ ദമ്പതിമാരുടെ പേരിലും അതുപോലെ മക്കളുടെ പേരിലും അല്ലെ വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന ആരാണോ അവരുടെ പേരിലും ആ നാളിലും ഒക്കെ ഐക്യമത്യ സൂക്താർച്ചന സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മീനമാസത്തിലെ പൂരനാൾ മുതൽ അടുപ്പിച്ച് 7 മാസം പൂരനാൾ ദിനത്തിൽ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാഫല്യമാകും. അതുകൊണ്ട് തന്നെ മീനമാസ പൂരം മലയാളികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസം കൂടിയാണ്.